കൃപാസനം പത്രം മെയ് 2026 പാർട്ട് 4. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൊല്ലം ചവറയിൽ നിന്നുള്ള ഇന്ദുലേഖയുടെ സാക്ഷ്യം. ഓപ്പറേഷന് മുമ്പ് വീണ്ടും പരിശോധിച്ചപ്പോഴാണ് മാതാവ് അത്ഭുതം പ്രവർത്തിച്ചതായി അറിയുന്നത്. എൻ്റെ മകളുടെ ചെവിയിൽ വേദന വന്ന് ചെവിക്കായമാണെന്ന് കരുതി ബഡ്സ് ഇട്ട് നോക്കിയപ്പോൾ ബഡ്സിൽ ബ്ലഡ് കണ്ടു. ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ചെവിയിൽ എന്തോ ദശ പോലെ വളർന്നു നിൽപ്പുണ്ടെന്നും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നും ബയോപ്സിക്ക് വിടണമെന്നും പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ മകൾക്ക് കൊടുത്തു. ഓപ്പറേഷന് മുമ്പ് ഡോക്ടറെ കണ്ടപ്പോൾ നാളെ ഓപ്പറേഷൻ അല്ലേ, ചെവി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ചെവി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു സംശയം തോന്നി. വീണ്ടും എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ചെവിയിലൊന്നും കാണുന്നില്ല. പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് നോക്കിയിട്ടും ഒന്നും കണ്ടില്ല. മെയിൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് നോക്കിയിട്ട് എന്തോ മിറക്കിൾ നടന്നിട്ടുണ്ട്, ഓപ്പറേഷൻ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ മകളുടെ ചെവി സുഖപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ന്യൂസിലൻഡിൽ നിന്നുള്ള ബിനിയുടെ സാക്ഷ്യം. ഉടമ്പടിയിലിരിക്കുന്ന എൻ്റെ മനസ്സിൽ ഒരു ദിവസം ഒരു തോന്നലുണ്ടായി, ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വിളിക്കുക. അന്ന് സംഭവിച്ച അത്ഭുതം. ഒരു നഴ്സായ ഞാൻ വിദേശത്ത് പോകുന്നതിന് ഒരുപാട് ശ്രമിച്ചുവെങ്കിലും ഒന്നും ശരിയായില്ല. ഞങ്ങൾ കൃപാസനത്തിൽ വരാൻ തീരുമാനിച്ച ഡേറ്റിൽ തന്നെ ന്യൂസിലൻഡിലേക്കുള്ള ഒരു ഇന്റർവ്യൂ കോൾ വന്ന് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോൾ തന്നെ സെലക്ഷനായി എന്ന് പറഞ്ഞ് കോൾ വന്നു. എനിക്ക് ന്യൂസിലൻഡിൽ ജോലി ശരിയായി. എൻ്റെ ഫാമിലിയെയും കൊണ്ടുപോയെങ്കിലും ഹസ്ബൻഡിനെ എത്ര ശ്രമിച്ചിട്ടും ജോലി ശരിയായില്ല. ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ചെയ്ത് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എൻ്റെ എംപ്ലോയർക്ക് ഒരു മെയിൽ അയക്കാൻ തോന്നുകയും ഇന്റർവ്യൂ പാസ്സായി ഹസ്ബൻഡിന് അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു. 3 വർഷം കഴിഞ്ഞ് വിസ റിന്യൂവൽ ചെയ്യാൻ അവർ ലിങ്ക് ഇട്ട് തന്നു. പക്ഷേ അതുവഴി നോക്കിയിട്ട് വിസ ക്യാൻസലായി. ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ എമിഗ്രേഷനിലേക്ക് വിളിക്കാൻ ആരോ എന്നെ തോന്നിപ്പിക്കുകയും അവരെ വിളിച്ചപ്പോൾ സെയിം ലിങ്കിൽ തന്നെ ഒന്നുകൂടി കയറി അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി. ആലപ്പുഴ പൊള്ളൈത്തയിൽ നിന്നുള്ള വിമല വിൽസന്റെ സാക്ഷ്യം. ഉടമ്പടി 10 വർഷം മുമ്പ് എഴുതിയ ടെസ്റ്റിൽ അത്ഭുത നിയമനം. പഠിച്ചുകൊണ്ടിരുന്ന കാലം തൊട്ടേ എനിക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടണമെന്ന് വളരെയേറെ ആഗ്രഹിച്ചിരുന്നു. 2014 ഞാൻ എഴുതിയ ടെസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും എൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ ലിസ്റ്റ് ക്യാൻസലായി പോകും. എല്ലാ മെയിൻ ലിസ്റ്റിലും ഞാൻ ഉൾപ്പെടുമെങ്കിലും എനിക്ക് ജോലി കിട്ടിയിരുന്നില്ല. മാനസികമായി വളരെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ 2024 എനിക്കൊരു PSC എക്സാം ഉണ്ടായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്ത് 94-ാം ദിവസം ഞങ്ങളുടെ കേസിൽ കിടക്കുകയായിരുന്ന ലിസ്റ്റിൽ നിന്ന് 10 വർഷത്തിന് ശേഷം അനുകൂലമായ വിധിയുണ്ടായി. അഡ്വൈസ് എഴുതി വെച്ചിട്ടും 2 മാസത്തോളം കയ്യിൽ കിട്ടുന്നില്ലായിരുന്നു. അഖണ്ഡ ജപമാല റാലിയുടെ ദിവസം ഞാൻ ഈശോയോടും മാതാവിനോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അന്ന് തന്നെ അഡ്വൈസ് അയക്കാനുള്ള ഓർഡർ വന്നു. ആ മാസം തന്നെ എനിക്ക് നിയമനം ലഭിച്ചു. കോതമംഗലത്ത് നിന്നുള്ള ഷീജയുടെ സാക്ഷ്യം. കുടിക്കാനാവാത്ത പച്ച നിറത്തിലെ കിണർ വെള്ളം കണ്ണീരോടെ മാതാവിന് കൊടുത്ത് 7-ാം ദിനം സംഭവിച്ചത്. ഞങ്ങളുടെ കിണറിലെ വെള്ളം ഡിസംബർ മാസം അവസാനത്തോടുകൂടി കടുത്ത പച്ച നിറത്തിലായി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. എല്ലാ മാസവും ഞാൻ കിണർ തേകിക്കുമെങ്കിലും 20 ദിവസത്തിനുള്ളിൽ അത് പച്ച കളറായി മാറുമായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ വെഞ്ചരിച്ച കാശുരൂപം തന്നു. ഞാൻ അച്ഛൻ തന്ന കാശുരൂപവും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളും കിണറിലിട്ട് പ്രാർത്ഥിച്ചു. വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി മാതാവിനോട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. 7-ാം ദിവസം കിണറിലെ വെള്ളം കണ്ണീര് പോലെ തെളിഞ്ഞ് കുടിക്കാൻ പറ്റുന്ന തരത്തിലായി. കൂടാതെ എൻ്റെ ഭർത്താവിന് 6 മാസമായി ജോലിയൊന്നുമില്ലാതെ വിഷമിക്കുകയായിരുന്നു. ഭർത്താവ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിദേശത്ത് ജോലി ലഭിച്ചു. ഞങ്ങൾക്ക് ഫാമിലിയായി പോകുന്നതിനും സാധിച്ചു. ചാലക്കുടി കുറ്റിക്കാട് നിന്നുള്ള ജൂബി ജോയിയുടെ സാക്ഷ്യം. ജർമ്മൻ ഭാഷ പഠിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഡോക്യുമെന്റ് ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേന്ന് നടന്ന അത്ഭുതം. ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. ഈ സമയങ്ങളിലെല്ലാം എല്ലാവർക്കും പഠനത്തോടൊപ്പം ഇന്റർവ്യൂ നടക്കുകയും അവർ പാസ്സാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് മാത്രം ഒന്നും ശരിയാകുന്നില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്ത് 88-ാം ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്രൂശിത രൂപം കാണാൻ സാധിച്ചു. ഞാൻ 15 തവണ എഴുതിയിട്ടും റൈറ്റിംഗ് കിട്ടിയില്ല. ഇന്റർവ്യൂ പാസ്സായതൊന്നും പ്രയോജനപ്പെട്ടില്ല.
അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ ഡോക്യുമെൻ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ മുമ്പ് എപ്പോഴോ പങ്കെടുത്ത ഒരു ഇൻ്റർവ്യൂവിൻ്റെ പേപ്പർ വെച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഏജൻറ്റ് വിളിച്ചിട്ട് നിന്റെ വിസയ്ക്ക് ഡേറ്റ് എടുക്കാൻ എംപ്ലോയർ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാ തടസ്സങ്ങളും മാറി ജർമ്മനിയിൽ ജോലി ലഭിച്ചു. ആലുവയിൽ നിന്നുള്ള റീനയുടെ സാക്ഷ്യം. ജോസഫച്ചൻ നൽകിയ സൈത്ത് പൂശി പ്രാർത്ഥിച്ചത് അത്ഭുത സൗഖ്യം നൽകി. എൻ്റെ ഭർത്താവിൻ്റെ ഇടതുകാലിൻ്റെ ഒടുവിലായി ഒരു മുഴ പോലെ വന്ന് ഡോക്ടറെ കണ്ട് സർജറി ചെയ്ത് ബയോപ്സിക്ക് അയച്ചു. പക്ഷെ സർജറിക്ക് ശേഷം മുറിവ് പഴുത്ത് തടിച്ചു വീർത്ത് വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്തു. 3 പ്രാവശ്യം വെള്ളം കുത്തിയെടുത്ത ശേഷം ഡോക്ടർ പറഞ്ഞു, ഇനി ഇങ്ങനെ ഉണ്ടായാൽ റീഓപ്പൺ ചെയ്ത് വീണ്ടും സർജറി ചെയ്ത് സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ സൈത്ത് തന്നിട്ട് മുറിവുള്ളിടത്ത് പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ അത്ഭുതമായിരിക്കുന്നു, മുറിവിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല, ഇനി അല്പസമയം കൊടുത്താൽ മതി, മുറിവ് ഉണങ്ങിക്കോളുമെന്ന് പറഞ്ഞു. ഭർത്താവിന് സൗഖ്യം ലഭിച്ചു. കോട്ടയത്ത് നിന്നുള്ള സാന്ദ്രയുടെ സാക്ഷ്യം. അടുത്ത വീട്ടിലെ ചേച്ചിയുടെ സാക്ഷ്യം കേട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. 6 ലക്ഷം പേരിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ നഴ്സിംഗ് പഠനത്തിന് ശേഷം OET പഠിക്കാൻ പോയി. അത് പഠിച്ചെടുക്കാൻ എനിക്ക് പാടായിരുന്നു. എൻ്റെ അടുത്തുള്ള ചേച്ചി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ശേഷമാണ് അവർക്കൊരു കുഞ്ഞുണ്ടായതെന്ന് എപ്പോഴും സാക്ഷ്യം പറയുമായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എക്സാം എഴുതുന്നതിന് മുമ്പ് വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും ഹയസ്റ്റ് സ്കോറോടുകൂടി പാസ്സാകാൻ സാധിച്ചു. അതിനുശേഷം നല്ലൊരു ഹോസ്പിറ്റലിൽ കോൺട്രാക്ട് ബേസിൽ ട്രെയിനിയായി ജോലി ലഭിച്ചു. പിന്നെ കൂട്ടുകാർ പറഞ്ഞതനുസരിച്ച് ഞാൻ സെൻട്രൽ ഗവൺമെൻറ് എക്സാം എഴുതുകയും 6 ലക്ഷം പേരിൽ നിന്ന് അത്ഭുതകരമായി എക്സാം പാസ്സായി ജോലി ലഭിച്ചു. എറണാകുളം ഇരുമ്പനത്തു നിന്നുള്ള മെൽബിൻ്റെ സാക്ഷ്യം. 55 അപേക്ഷകൾ. ജോലി ഒരാൾക്കേയുള്ളൂ. സമയത്തിൻ്റെ മേൽ മധ്യസ്ഥ സ്വാധീനമുള്ള മാതാവിൻ്റെ മുമ്പിൽ ഉടമ്പടി അപേക്ഷ സമർപ്പിച്ചപ്പോൾ സംഭവിച്ച അത്ഭുതം. ഞാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സെമി സ്കിൽഡ് റിഗർ എന്ന പോസ്റ്റിലേക്ക് ജോലിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചു. 55 അപേക്ഷകർ ഉണ്ടായിരുന്നു. അത് കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് സമയത്തിൻ്റെ മേൽ സ്വാധീനമുള്ള മാതാവിൻ്റെ മുമ്പിൽ ഏജ് ഓവർ ആകുന്നതിന് മുമ്പ് എന്നെ ജോലിയിൽ സ്ഥിരപ്പെടുത്തണമെന്ന് അപേക്ഷ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. 7 എന്നതായിരുന്നു എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ. അത്ഭുതകരമായി എനിക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി ലഭിച്ചു. കൂടാതെ വീട് പണി പൂർത്തിയാക്കാനുള്ള തടസ്സങ്ങളും പരിശുദ്ധ അമ്മ മാറ്റിത്തന്നു. തിരുവനന്തപുരം പാറശാലയിൽ നിന്നുള്ള ബീലയുടെ സാക്ഷ്യം. ഫിറ്റ്സ് മൂലം കഷ്ടപ്പെടുന്ന മാതാവിൽ വിശ്വാസമില്ലാത്ത സഹോദരിക്ക് നെറ്റിത്തടത്തിൽ ഉടമ്പടി തൈലം പൂശിയ ശേഷം സംഭവിച്ചത്. എൻ്റെ അനിയത്തിക്ക് അപസ്മാരമാണോ ഫിറ്റ്സ് ആണോ എന്നറിയില്ല, എപ്പോഴും ഒന്നിടവിട്ട് അസുഖമുണ്ടായിക്കൊണ്ടിരുന്നു. പല ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോയിട്ടും സൗഖ്യം ലഭിച്ചില്ല. എൻ്റെ അനിയത്തി CSI സഭാംഗമായതിനാൽ മാതാവിൽ ഒട്ടും വിശ്വാസമില്ലായിരുന്നു. സാമ്പത്തികമായും വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു. എപ്പോഴും അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നു. ഡോക്ടർ പറഞ്ഞത് ഇത് സൈക്കാട്രിക് പ്രോബ്ലം ആണെന്നാണ്. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഇതിനിടയിൽ ഞങ്ങളുടെ അടുത്തുള്ള കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ഒരു ചേച്ചി തേനും ഉടമ്പടി തൈലവും കൂടി അനിയത്തിക്ക് കൊടുത്ത് കാശുരൂപം നെറ്റിയിൽ വെച്ചു. പെട്ടെന്ന് അനിയത്തിയുടെ അസുഖം കൂടിയ ശേഷം പിന്നെ കുറഞ്ഞു. അനിയത്തിയുടെ വിശ്വാസം വർദ്ധിച്ചു. പിന്നെ വന്ന് ഉടമ്പടി എടുത്തു. അസുഖം മാറുകയും ചെയ്തു.